ചരിത്രത്തിന്റെ ഒഴുക്കിനെതിരെ തന്റെ ഈമാനിന്റെ വിശുദ്ധി കൊണ്ട് പിടിച്ചു നിന്ന ഒരു സ്ത്രീയാണ് അള്ളാഹു ഈമാനിന്റെ ഉദാഹരണമാക്കിയത്. അതാരെന്നറിയോ? ആ സ്ത്രീ മറ്റൊരാളൊന്നുമല്ല, ഒന്ന് മഹരിയായ ആസിയ ബിൻത് മസാഹിം റളിയല്ലാഹു അൻഹാ. മസാഹിമിന്റെ മകളായ ആസിയ എന്തുകൊണ്ടെന്നറിയോ? കാലത്തിന്റെ ചുവരെഴുത്തുകളെ മുഴുവനും മാറ്റിക്കളഞ്ഞ ഒരു വലിയ ചരിത്രത്തിന്റെ അടയാളമാണ് ആസിയ ബീവി. ഏകാധിപതിയും സർവാധിപതിയും സ്വേച്ഛാധിപതിയുമായ ഫറോവ സ്വന്തം ഭർത്താവ് അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് അല്ലാഹ് എന്ന് പറയുന്നതാരാ? സ്വന്തം ഭർത്താവാണ്. അയൽപക്കത്തല്ല, ആരാണ് മേച്ചുപുറങ്ങളിലല്ല, അയൽപക്കത്തെ ജില്ലകളിലല്ല. അവരൊന്നും പറയുന്നത് കേട്ടിട്ടല്ല. തന്റെ കടപ്പറയിൽ തന്റെ ഭാര്യാവറത്തിലേക്ക് കൊണ്ടുപോയ സ്വന്തം ഭർത്താവ് പടച്ചവനാണ് പറഞ്ഞപ്പോ ആ ഭർത്താവിന്റെ കിടപ്പറയിടതാണ്, സ്വന്തം ഭർത്താവിന്റെ ചങ്ങലക്കെട്ടുകൾക്കതാണ്, സ്വന്തം ഭർത്താവിന്റെ പടയാളികളുടെ മുമ്പ്, മിന്നിത്തിളങ്ങുന്ന വാൾതലപ്പുകളുടെ മുമ്പിൽ, ഏകാധിപത്യത്തിന്റെ സീൽക്കാര ശബ്ദത്തിന്റെ മുമ്പ് മലത്തിക്കടത്തിയിട്ട് മൂർച്ചയുള്ള ആയുധം നെഞ്ചിലോട്ട് കുത്തിയിറക്കുന്ന നേരത്ത്, ചിതറിത്തെറിക്കുന്ന രക്തത്തുള്ളികൾ ഇങ്ങനെ വേദന കൊണ്ട് പിടയുന്ന നേരത്ത്, എന്നെ കേൾക്കുന്ന വെള്ളൂരിലെ സഹോദരി, ഈ വിഷയത്തിന്റെ ഇടയിൽ ഒന്നും പറഞ്ഞില്ല എന്ന പരാതി വേണ്ട. സക്കറാത്തിന്റെ വേദനയിൽ മരണത്തിന്റെ അവസാനത്തെ ശ്വാസത്തിന് പിടയുന്ന നേരത്ത് ആസിയ ബിൻത് മസാഹിം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഒരു വാക്കുണ്ട്. വിശുദ്ധമായ ഖുർആൻ സൂറത്ത് തഹ്രീമിനെ എടുത്തുദ്ധരിക്കുന്നുണ്ട്. പടച്ചവനെ, ഞാൻ അനുഭവിക്കുന്ന വേദനകൾക്ക് പകരം, ഞാൻ അനുഭവിക്കുന്ന മർദ്ദനങ്ങൾക്ക് പകരം, എന്റെ ശരീരത്തിൽ നിന്ന് തടം തല്ലി തൊടുകുന്ന ഈ രക്തത്തുള്ളികൾക്ക് പകരം, അവസാനത്തെ പിടയലിന് പകരം അല്ലാഹുവേ, ആസിയക്ക് ജീവിതത്തിൽ ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ. റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്നാ. അല്ലാഹുവേ, അല്ലാഹുവേ, ആസിയ ബീവിയുടെ ദുആ ഒരു ചെറിയ ദുആയല്ല, എല്ലാവരെയും പോലെ സ്വർഗ്ഗത്തിൽ എനിക്കൊരു വീട് വേണമെന്നല്ല. പടച്ചവനെ, രക്തസാക്ഷികൾക്ക് നീ നൽകുന്ന പാരിതോഷികമായ സ്വർഗീയ ഭവനം ആസിയക്ക് വേണ്ട, ഒരു സാധാരണ വീട് ആസിയക്ക് വേണ്ട അല്ലാഹ്. കാരണം എന്റെ ഭർത്താവ് റബ്ബെന്ന് പറഞ്ഞപ്പം വിയോജിച്ചവളാണ്, മർദ്ദനങ്ങൾ ഏറ്റവളാണ്. അതുകൊണ്ട് അല്ലാഹുവേ, ഒരു സാധാരണ സ്വർഗീയ ഭവനം ആസിയക്ക് വേണ്ട. റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്നാ, എനിക്ക് സ്വർഗ്ഗത്തിൽ ഒരു വിശിഷ്ട ഭവനം വേണം, പക്ഷേ ഇൻദക, അത് നിന്റെ അടുക്കലാകണം റബ്ബേ. ഏത് പെണ്ണാണ് ജീവിതത്തിൽ എങ്ങനെ ആഗ്രഹിക്കുക? ഇൻദക, അത് നിന്റെ അടുക്കലാകണം റബ്ബേ. ഞാൻ എന്റെ സ്വർഗീയ ഭവനത്തിൽ കണ്ണു തുറന്നാൽ നിന്റെ ലിഖായിനെ കാണണം. കാരണം നിനക്ക് വേണ്ടി ജീവിച്ചവളാ ഞാൻ, നിനക്ക് വേണ്ടി ആർഭാടങ്ങൾ ഒഴിവാക്കിയവളാ ഞാൻ, നിനക്ക് വേണ്ടി അല്ലാഹ് 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 എന്ന് പറഞ്ഞവളാണ് ആസിയ. അതുകൊണ്ട് എനിക്ക് നിന്റെ അടുക്കൽ ഒരു വീട് വേണം റബ്ബേ. തഫ്സീറിൽ കാണാം, സഅൽതു ജിവാറ ഖബിലദ്ദാർ, വീട് ചോദിക്കുന്നതിന് മുമ്പേ അയൽപക്കക്കാരനെ ചോദിച്ച പെണ്ണാണ് ആസിയ ബീവി. സഅൽതു ജിവാറ ഖബിലദ്ദാർ, വീട് ചോദിക്കുന്നതിന് മുമ്പേ അയൽപക്കക്കാരനെ ചോദിച്ച പെണ്ണാ. അല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ പേര്, തൗഹീദിന്റെ റിസാലത്തിന്റെ പ്രബോധനത്തിൽ ഏർപ്പെട്ടതിന്റെ പേര്, ധീര രക്തസാക്ഷിയായ ആസിയ ബിൻത് മസാഹിം റളിയല്ലാഹു അൻഹയുടെ ചോര കൊണ്ട് ചരിത്രം എഴുതിയ മണ്ണാണ് മിസ്ർ. അതുകൊണ്ട് ഈജിപ്തിൽ നടക്കുന്ന ഏത് ചലനവും മുസ്ലിം ഉമ്മത്തിന് പ്രധാനമാണ്. ഈ ലോകത്തിൽ രണ്ട് ഖജനാവുണ്ട്, അതിലൊന്ന് മിസ്റാണ്. ആ മിസ്റിന്റെ തകർച്ച ലോകാവസാനത്തിന്റെ തുടക്കമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ